കേരളത്തിൻ്റെ സാഹിത്യ സൗകുമാര്യം, നിരൂപകൻ, പ്രഭാഷകൻ, അധ്യാപകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ പുരോഗമന എഴുത്തുകാരൻ ഒക്കെ ആയ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ വല്ലാത്ത ദുഃഖത്തിലാഴ്ത്തുന്ന ഈ നിമിഷത്തിൽ ഏറ്റവും വലിയ വാർത്ത. സാനു മാഷ് ഏറെ ദിവസങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. 98 വയസ്സായിരുന്നു. വലിയ തരത്തിൽ കേരളത്തെ ഒരുപക്ഷെ കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തോടൊപ്പം കേരളത്തിലെ ഒരു ഏറ്റവും മികച്ച സാഹിത്യകാരൻ, ഏറ്റവും മികച്ച സാഹിത്യ നിരൂപകൻ, പ്രഭാഷകൻ, അധ്യാപകൻ എല്ലാമായിരുന്ന എം കെ സാനു മാഷ് അന്തരിച്ചിരിക്കുന്നു. ഇപ്പോൾ അർച്ചന ഒരിക്കൽ കൂടി ചേരുകയാണ്. അർച്ചന, സാനു മാഷിൻ്റെ അന്ത്യം എപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന, ആശുപത്രിക്ക് മുന്നിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അല്പസമയം മുൻപാണ് ആശുപത്രി അധികൃതർ ഒരു വിവരം വന്നത്. കാരണം കുറേ ദിവസമായി അദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് സ്വകാര്യ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന് വീട്ടിലെ ബാത്റൂമിൽ വീഴുന്നതിനെ തുടർന്ന് പൊട്ടലുണ്ടാകുകയും തുടർന്ന് വിജയനാക്കുകയും ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായ ശേഷം മുറിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നാൽ പിന്നീട് ന്യൂമോണിയയും ഒപ്പം ശ്വാസതടസ്സം ഒക്കെ അനുഭവപ്പെടുകയായിരുന്നു. അത് പിന്നീട് തീവ്രമായി തുടരുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന് 98 വയസ്സാണ്. വാർദ്ധക്യത്തിന്റെ അസ്വസ്ഥതകളെല്ലാം തന്നെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി ICUവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇന്നലെ ഒരു മെഡിക്കൽ ബോർഡിൽ നടത്തിയിരുന്നു. യാതൊരു മാറ്റവുമില്ലാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യം മാറ്റമില്ലാതെ തുടരുകയാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വൈകിട്ടോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് സംഭാവനകൾ കേരളത്തിൽ നൽകിയ വ്യക്തിത്വമാണ്. മാത്രമല്ല പ്രഭാഷകനായും വാഗ്മിയായും എഴുത്തുകാരനൊക്കെയായി അദ്ദേഹം അറിയപ്പെടുന്നതാണ്. സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ അപ്പോൾ മൊത്തത്തിൽ നിരന്തരമായി കേരളത്തിന്റെ സാഹിത്യ മേഖലയിൽ അടക്കം ഇടപെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായും നേതാക്കളുമായും എല്ലാം തന്നെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. മാത്രമല്ല അധ്യാപകനായി തുടങ്ങിയതാണ്. നമ്മൾ എന്ത് സാനുമാശത്തെ ചോദിക്കുമ്പോഴും ഒരു ചരിത്ര പുസ്തകം തുറക്കുന്നത് പോലെ അദ്ദേഹം അതിനെക്കുറിച്ചെല്ലാം തന്നെ വാക്കുകൾ ഇങ്ങനെ എഴുതുന്നത് നമ്മൾ കാണും. കാരണം അത്രമാത്രം ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട്, അത്രമാത്രം ചരിത്രം അദ്ദേഹം ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര പുസ്തകമാണ് അദ്ദേഹം എന്ന് പറയേണ്ടി വരുന്നത്. ഇത്രയും പ്രായത്തിന്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ എല്ലാ വേദികളിലും നിറഞ്ഞു നിന്നു. പ്രഭാഷകനായി എല്ലാം ഓർത്തെടുത്ത് അദ്ദേഹം നൽകുകയും ചെയ്യും. അങ്ങനെയാണ് അദ്ദേഹത്തെ നമുക്കെല്ലാം ഉപയോഗിക്കുന്നത്. എന്തായാലും വലിയ കേരളത്തെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ വാർദ്ധക്യത്തിന്റെ ഒരാഴ്ചകൾ മറികടന്ന് അദ്ദേഹം 98 വയസ്സിൽ തപസ്വിനി അമ്മയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകം ഇപ്പോൾ സമാഹരിക്കുകയും ചെയ്തിരുന്നു. അതിനും നമ്മൾ സാനുമാഷയെ ഈ നിറഞ്ഞ വേദിയിൽ കാണുകയും ആ പുസ്തകത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ തപസ്വിനി, അമ്മയുടെ പ്രവർത്തനങ്ങൾ സഹകരിക്കാനാകാത്ത അനുഭവങ്ങൾ ഓർത്തെടുത്താണ് എനിക്ക് സാനുമാഷ് അങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കിയത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ പുസ്തകവും ഒക്കെ തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. വലിയ തീരാനഷ്ടമാണ്. കാരണം സാഹിത്യ വിമർശകൻ, യുവചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, അങ്ങനെ മലയാള സാംസ്കാരിക ലോകത്തെ ഒരു വലിയ രീതിയിൽ സംഭാവനകൾ അദ്ദേഹം എല്ലാ മേഖലകളിലും നൽകിയിട്ടുണ്ട്. 4 വർഷത്തോളം അദ്ദേഹം സ്കൂൾ അധ്യാപകനായി, പിന്നീട് വിവിധ ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു. 1958 5 ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും എന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. പിന്നീട് 1983 അധ്യാപനത്തിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ മഹാകവി വൈലോപ്പിള്ളി ഈ സ്ഥാപക അധ്യക്ഷനായതിനെ തുടർന്ന് പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി. അത് 1986 മാത്രമല്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടത് സ്വതന്ത്രനായി അദ്ദേഹം മത്സരിച്ച് വിജയിച്ചൊരു ചരിത്രം കൂടിയുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. മാത്രമല്ല സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സംഭാവന നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം അത്രമാത്രം അദ്ദേഹം മലയാളികൾക്കായി പല രീതിയിൽ ചരിത്രകാരനായിട്ടായി ഈ പ്രഭാഷണമായിട്ട് എല്ലാം തന്നെ നിറഞ്ഞു നിന്നതാണ്. എല്ലാ വേദികളിലും സാനുമാഷിന്റെ നിറസാന്നിധ്യം നമ്മൾ എന്നും ശ്രദ്ധിക്കുന്നതാണ്. എന്ത് ശാരീരികാസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് അദ്ദേഹം ആ വേദികളിൽ പ്രഭാഷകനായി എത്താറുണ്ട്. അങ്ങനെയുള്ള വ്യക്തിത്വയാണ് നഷ്ടമാകുന്നത്. തീരാവേദനയാണ്. കാരണം കഴിഞ്ഞ ദിവസം അടക്കം അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. എന്തായാലും വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശരി, അർച്ചനയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.